അത്യുന്നതനാം ദൈവമങ്ങേ ശക്തി എന്നിൽ പ്രകടമാക്കൂ. അത്യുന്നതനാം ദൈവമങ്ങേ ശക്തി എന്നിൽ പ്രകടമാക്കൂ. വൻ ദുഃഖഭാരവും മുറിവേറ്റ മനസ്സുമായി നിന്ദാസത്തേണിടുന്നു. വൻ ദുഃഖഭാരവും മുറിവേറ്റ മനസ്സുമായി നിന്ദാസത്തേണിടുന്നു. ഉച്ചത്തിൽ ഞാനിത വിളിച്ചിടുന്നു, കഷ്ടത കരകവിഞ്ഞൊഴുകിടുന്നു. എനിക്കരം നിന്നിലേക്ക് ഉയർത്തിടുന്നു, ദൈവമേ നീ മാത്രമെൻ സഹായം. ഉച്ചത്തിൽ ഞാനിത വിളിച്ചിടുന്നു, കഷ്ടത കരകവിഞ്ഞൊഴുകിടുന്നു. എനിക്കരം നിന്നിലേക്ക് ഉയർത്തിടുന്നു, ദൈവമേ നീ മാത്രമെൻ സഹായം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ 24ാമത് പരിത്രാണയിലെ ബൈബിൾ കൺവെൻഷൻ്റെ ആരംഭം കുറിച്ചുള്ള ശുശ്രൂഷയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. വചനം നമ്മോട് പറയുന്നു, സകല ജനത്തിനു വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ യേശു ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്. സകല ജനത്തിന് വേണ്ടിയിട്ടുള്ള സന്തോഷത്തിന്റെ സദ്വാർത്തയുമായിട്ട് 24ാമത് പരിത്രാണം ബൈബിൾ കൺവെൻഷന് തിരുനാളം കൊളുത്തുമ്പോൾ യേശു ഇതാണ് നമ്മൾ പറയുന്നത്. യേശു പറയുന്നിടത്ത് നീ ഇരിക്കുക, യേശു പറയുന്നത് നീ ചെയ്യുക, യേശു ആവശ്യപ്പെടുന്നത് നീ വിട്ടുകൊടുക്കുക. ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനും വേണ്ടി വന്നാൽ അധ്വാനിക്കാനും മരിക്കാനും തയ്യാറായിക്കൊണ്ടുള്ള ഒരു ബൈബിൾ കൺവെൻഷനിലേക്ക് നമ്മൾ ഉൾപ്രവേശനം നടത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, 17ാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് ജനതയ്ക്ക് ഒരു ആത്മീയ വിപ്ലവം കൊളുത്തിയ വിശുദ്ധ വിൻസെന്റ് പോളിനാൽ സ്ഥാപിതമായിരിക്കുന്ന വിൻസെൻഷൻ കോൺഗ്രിഗേഷൻ ഇന്ന് ലോകത്ത് പല സ്ഥലങ്ങളിലും ഒരു ആത്മീയ വിപ്ലവത്തിൻ്റെ ജ്വാലയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഒരു ജ്വാല ഇവിടെയും കത്തിപ്പടരുകയാണ്. 24 വർഷങ്ങൾക്കപ്പുറത്ത് വൈദികർ ഇതിൻ്റെ സഭയിലെ അധികാരികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇവിടെ ഒരു ധ്യാന മന്ദിരം ഉണ്ടാകണമെന്നും വചനത്തിൻ്റെ പ്രത്യേകമായിരിക്കുന്ന ശക്തി വന്ന് നിറയണമെന്നും അവർ ദാഹിച്ച് ആരംഭിച്ച ഈ ധ്യാന മന്ദിരത്തിലൂടെ കിട്ടിയിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് എത്രയോ അനുഗ്രഹങ്ങൾ പറഞ്ഞാൽ വർണ്ണിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ ഈ പരിത്രാണ ധ്യാന മന്ദിരത്തിലൂടെ ഇതിൻ്റെ പരിസരവാസികൾക്കും തിരുസഭയ്ക്ക് നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിന്റെ വെളിച്ചം എത്തിയിട്ടില്ലാത്ത രാജ്യങ്ങളിലേക്ക്, തിന്മയുടെ ആധിപത്യമുള്ള കുടുംബങ്ങളിലേക്ക്, വിശ്വാസ തീഷ്ണത നഷ്ടപ്പെട്ട വ്യക്തികളിലേക്ക്, ആത്മീയ വിശപ്പ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരളീയ ജനതയിലേക്ക് ഒരു പുതിയ ശക്തി, ഒരു പുതിയ കൃപ ഈ ബൈബിൾ കൺവെൻഷനിൽ പൊട്ടി പുറപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്തുമാത്രം ശ്രദ്ധയോടെ വചനം എനിക്ക് ശ്രവിക്കാൻ സാധിക്കുന്നുവോ, എന്തുമാത്രം ശ്രദ്ധയോടെ വചനം എനിക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നുവോ, അതിനനുഗുണമായിട്ടാണ് ഹൃദയത്തിലും കുടുംബത്തിലും ഒരു വിശുദ്ധീകരണം നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്, എൻ്റെ വളർച്ച മുഴുവൻ ദൈവത്തിലേക്ക്, എൻ്റെ വികാസം മുഴുവൻ ദൈവജനത്തിലേക്ക്, എൻ്റെ വളർച്ച മുഴുവൻ ദൈവത്തിലേക്കും എൻ്റെ വികാസം മുഴുവൻ ദൈവജനത്തിലേക്കും വളരണമെങ്കിൽ ഒരു വിശുദ്ധീകരണവും ഒരു നവീകരണവും ഈ ബൈബിൾ കൺവെൻഷനിലൂടെ ഈ 5 നാൾ ദിവസത്തിൽ നമ്മൾ നടക്കുമ്പോഴാണ് അത് സംഭവിക്കുക. അതിന് പ്രിയപ്പെട്ടവരെ, പാപം വഴിയായി വികൃതമാക്കപ്പെട്ട നമ്മുടെ ഹൃദയത്തിലേക്ക് വചനം കടന്നു വരുമ്പോഴാണ് ഈ വലിയ വിശുദ്ധീകരണവും ഈ വലിയ നവീകരണവും ഈ കൺവെൻഷന്റെ മനസ്സിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഒരു വലിയ വിശുദ്ധീകരണവും
ഒരു നവീകരണം നടക്കണമെങ്കിൽ വചനാധിഷ്ഠിത ജീവിതം നയിക്കണം. വചനാധിഷ്ഠിത ജീവിതം നയിക്കുമ്പോഴാണ് എൻ്റെ വളർച്ച മുഴുവൻ ദൈവത്തിലേക്കും എൻ്റെ വികാസം മുഴുവൻ ദൈവജനത്തിലേക്കും വളരാനായി സാധിക്കുന്നത്. ഈ ബൈബിൾ കൺവെൻഷന് വേണ്ടി ദൈവസന്നിധി ഇരുന്നപ്പോൾ കർത്താവ് തന്ന വചനം 25-ാം സങ്കീർത്തനം 12-ാമത്തെ തിരുവാക്യമാണ്. അതിപ്രകാരമാണ്, കർത്താവിനെ ഭയപ്പെടുന്നവരാരോ അവർ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. അവന് ഐശ്വര്യം കൊടുക്കും, ഭൂമി അവകാശമായി നൽകും. കർത്താവിന്റെ സൗഹൃദം അവന്റെ കൂടെ ഉണ്ടായിരിക്കും. കർത്താവിന്റെ സൗഹൃദം, കൂട്ടായ്മ, സ്നേഹം അവന്റെ കൂടെ ഉണ്ടായിരിക്കും. ആരുടെ കൂടെ? കർത്താവിനെ ഭയപ്പെടുന്നവരാരോ അവരുടെ കൂടെ ഉണ്ടായിരിക്കും. നമുക്കറിയാം, മൂശാ പ്രവാചകൻ പാളയത്തിന് പുറത്ത് കൂടാരമടിച്ച് പ്രാർത്ഥിക്കുന്ന വേളയിൽ ദൈവമായ കർത്താവ് എഴുന്നള്ളി വന്ന്, വചനത്തിൽ നാം വായിക്കുന്നു, ഒരു സ്നേഹിതനോട് എന്നതുപോലെ മൂശാ പ്രവാചകനോട് ദൈവം സംസാരിക്കുമായിരുന്നു. 40,000-ഓളം വരുന്ന ദൈവജനത്തെ നയിച്ചുകൊണ്ട് ഇതാ മുന്നോട്ട് പോകുമ്പോൾ പല സ്ഥലത്തും പിറുപിറുപ്പ്. മൂശയ്ക്കെതിരായി, നേതാക്കന്മാർക്കെതിരായി, ക്രമീകരണങ്ങൾക്കെതിരായി, യാത്രകൾക്കെതിരായി പിറുപിറുപ്പ് വന്നപ്പോൾ ദൈവമായ കർത്താവ് തന്റെ സ്നേഹിതനോട് പറയുകയാണ്, നീ ഇസ്രായേൽ ജനതയോട് പറയ്, ഭയപ്പെടാതെ ഉറച്ചു നിൽക്ക. ഇന്ന് ഈ രാത്രിയിൽ ഞാൻ ചെയ്യാൻ പോകുന്ന രക്ഷണീയ കൃത്യം നിങ്ങൾ നോക്കി കാണാൻ പിതാവായ ദൈവം തന്റെ സ്നേഹിതനായി മൂശയ്ക്ക് സന്ദേശം കൊടുക്കുകയാണ്. മൂശാ പ്രവാചകൻ പറഞ്ഞു, ഇസ്രായേൽ മക്കളെ, ഭയപ്പെടാതെ ഉറച്ചു നിൽക്ക. ഇന്ന് ഈ രാത്രിയിൽ ദൈവം ചെയ്യാൻ പോകുന്ന രക്ഷണീയ കൃത്യം നിങ്ങൾ നോക്കി കാണുവിൻ. അവർ മുന്നോട്ട് നീങ്ങിയപ്പോൾ ചെങ്കടലിന് മുമ്പിൽ ചെന്ന് മൂശാ പ്രവാചകൻ തന്റെ കൈവശമുണ്ടായിരുന്ന അജപാലന ദണ്ഡുകൊണ്ട് അടിച്ചു കഴിഞ്ഞപ്പോൾ 2ആയി വിഭജിച്ചു ചെങ്കടൽ. വചനത്തിൽ നാം വായിക്കുന്നു, വരണ്ട ഭൂമിയിൽ എന്ന പോലെ ഇസ്രായേൽ ജനത അതിലൂടെ നടന്നു നീങ്ങി. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ചെങ്കട പോലെയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ കടന്നു വന്നിട്ടുണ്ടായിരിക്കാം. പല മുക്കിലും മൂലയിരുന്ന് വചനം ശ്രവിക്കുന്നുണ്ടാകാം. ഉച്ചഭാഷയുടെ കർത്താവിന്റെ വചനം ശ്രവിക്കുന്നവരുണ്ടാകാം. അവരോട് പറയുന്നു, കർത്താവിനെ ഭയപ്പെടുന്നവരാരോ അവർ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കുമെന്ന്. കർത്താവിനെ ഭയപ്പെടുന്നവരാരോ അവർ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. ഇനി വഴിയെ കുറിച്ചാണ് അച്ഛൻ പറയാൻ പോകുന്നത്. കർത്താവ് കാണിച്ചു കൊടുക്കുന്ന വഴി അനുഗ്രഹത്തിന്റെ വഴിയാണ്. ഏത് വഴിയാണ്? കർത്താവ് കാണിച്ചു കൊടുക്കുന്ന വഴി അനുതാപത്തിന്റെ വഴിയാണ്. ഏത് വഴിയാണ്? കർത്താവ് കാണിച്ചു കൊടുക്കുന്ന വഴി അഭിഷേകത്തിന്റെ വഴിയാണ്. ഏത് വഴിയാണ്? കർത്താവ് കാണിച്ചു കൊടുക്കുന്ന വഴി സൗഖ്യത്തിന്റെ വഴിയാണ്. ഏത് വഴിയാണ്? ഈ 4 വഴികളിലൂടെ കടന്നു വരുന്ന മണിക്കൂറിൽ നമ്മൾ കടന്നു നീങ്ങാൻ പോകുന്നത് അനുഗ്രഹത്തിന്റെ, അനുതാപത്തിന്റെ, അഭിഷേകത്തിന്റെ, സൗഖ്യത്തിന്റെ ഈ വഴിയിലൂടെ കടന്നു നീങ്ങുന്ന ഏതെങ്കിലും ഒരു സമയത്ത് സഹോദര, സഹോദരി, ദൈവമകനെ, മകളെ, ദൈവം നിന്നെ സ്പർശിക്കും. ദൈവം നിന്റെ പക്കലേക്ക് കടന്നു വരുന്ന അനുഭവം ഉണ്ടാകും. വചനമാകുന്ന യേശു നിന്റെ പക്കലേക്ക് കടന്നു വന്ന് നിന്നെ സ്പർശിക്കുന്ന അനുഭവം ഉണ്ടാകും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ ചിലത് കാണുന്നു. വളരെ ദുഃഖിതമായി വന്നു നിൽക്കുന്ന ചില ഹൃദയങ്ങൾ, വേർപാടിന്റെ ദുഃഖമുള്ള ചില കുടുംബങ്ങൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ആരോ പെട്ടെന്ന് മരിച്ചുപോയതിൻ്റെ, പ്രിയപ്പെട്ട സ്നേഹിതനോ, അമ്മയോ, അപ്പനോ, ഭാര്യയോ, ഭർത്താവോ, പേരക്കുട്ടിയോ, നാത്തൂനോ, ആന്റിയോ ആരോ പെട്ടെന്ന് മരിച്ചുപോയതിൻ്റെ വേർപാടിന്റെ സങ്കടവുമായി നിൽക്കുന്ന ആരും ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. കണ്ടെത്തുക കേട്ടോ, അത് കർത്താവിനെ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വേറെ ചിലരെ കാണുമ്പോൾ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയതിൻ്റെ ദുഃഖം, ആധാരം നഷ്ടപ്പെട്ടു പോയതിൻ്റെ, വിശ്വാസം നഷ്ടപ്പെട്ടു പോയതിൻ്റെ, വിശുദ്ധി നഷ്ടപ്പെട്ടു പോയതിൻ്റെ, സൗന്ദര്യം നഷ്ടപ്പെട്ടു പോയതിൻ്റെ, എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയതിൻ്റെ
ദുഃഖവുമായിട്ട് കുറച്ചു പേർ ഇതിൻ്റെ അകത്തും പുറത്തുമായി ഇരിക്കുന്നവരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് കാണിച്ചു തരുന്നു. വളരെ കുറച്ചു പേര് രോഗത്തിൻ്റെ പിടിയിൽപ്പെട്ടതിൻ്റെ ഒരു ദുഃഖവുമായി നിൽക്കുന്നത്. മരുന്ന് കഴിക്കുന്നു, മാറുന്നില്ല, മാറി മാറി ഡോക്ടറെ കാണിക്കുന്നു, എന്നിട്ടും അതിന് പുരോഗതി കാണുന്നില്ല. അതിൻ്റെ വേദനയുമായി നിൽക്കുന്ന കുറച്ചു പേർ ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൻ്റെ ഏതോ സ്ഥലങ്ങളിൽ ഇരിക്കുന്നുണ്ട്. ഒപ്പം ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് അവിചാരിതമായിട്ടാണ്, ഒരുപക്ഷെ നിർബന്ധിക്കപ്പെട്ടിട്ട്, ഒരുപക്ഷെ ആരോരും അറിയാതെ രഹസ്യ സങ്കേതങ്ങളിലോ എവിടെ വെച്ച് ചെയ്തു പോയ ദുഃഖത്തിൻ്റെ പാപത്തിൻ്റെ ദുഃഖവുമായി നിൽക്കുന്ന കുറച്ചു പേർ ഈ കൺവെൻഷൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വേർപാടിൻ്റെ ദുഃഖം, നഷ്ടബോധത്തിൻ്റെ ദുഃഖം, രോഗത്തിൻ്റെ ദുഃഖം, ചെയ്തുപോയ പാപങ്ങളെ കുറിച്ച് ദുഃഖം, അതെല്ലാം ദുഃഖമാണെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തരുന്നത്, ദൈവം സ്നേഹിക്കുന്നത് പോലെ എനിക്ക് എൻ്റെ സഭയെ സ്നേഹിക്കാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് എൻ്റെ ഇടവകയെ സ്നേഹിക്കാൻ പറ്റുന്നില്ലല്ലോ, എൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റുന്നില്ലല്ലോ, ദൈവം ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖം. ഒന്ന് വലതുകരം ഉയർത്തി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ തൃശ്ശൂർ പരിസരം പരിചയമുണ്ട് എങ്കിൽ കഴിഞ്ഞ വർഷത്തിൽ ജെറുസലേം വചന കൂടാരത്തെ ധ്യാനിക്കാൻ വന്ന 2 മക്കൾ, ഒന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒന്ന് +1 പഠിക്കുന്നു. 2 പേരും ധ്യാനത്തെ സംബന്ധിച്ചവരാണ്. അവരുടെ കുടുംബ സമ്മേളന യൂണിറ്റിലെ അംഗങ്ങൾ ഒരുമിച്ച് അവിടെ ഉണ്ടായിരുന്ന അതിരമ്പിള്ളിയിൽ ഒരു ഫാമിലി ടൂർ പോയതാണ്. 28 പേര് ഒരുമിച്ച് പോയതാണ്. അങ്ങനെ 28 പേര് പോയി, അതിരമ്പിള്ളിയിൽ പോയി, ഭക്ഷണം കഴിച്ചു, കുളിച്ചു, ഇതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കയറി കഴിഞ്ഞപ്പോൾ ഈ 2 കുട്ടികൾ 10ാം ക്ലാസ്, ഒരേ ഒരു കുട്ടികളാണ് വീട്ടിലുള്ളത്. അവരൊന്നും കൂടി അതിനകത്തൊന്ന് ചാടാൻ, ഒന്ന് കുളിച്ച് കയറാനായിട്ട്, അപ്പനും അമ്മയും ഒക്കെയുണ്ട്, സഹോദരന്മാരും ഒക്കെ ഉണ്ട്. അവരപ്പൻ്റെ അമ്മയുടെ കണ്ണ് വെട്ടിച്ച് ആ പുഴയിലേക്ക് ഒരിക്കൽ കൂടി ചാടുകയാണ്. പിന്നീട് അവർ പൊന്തി വന്നില്ല. 28 പേരാണ് ഉണ്ടായത്. തിരിച്ചു വന്നപ്പോൾ 26 പേരെ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ വിളിച്ച് പറഞ്ഞു, അച്ഛാ, അവിടെ ധ്യാനിച്ച കുട്ടികളാണ്, ഈ കുടുംബത്തിൻ്റെ സങ്കടം സഹിക്കാൻ പറ്റാത്തതാണ്. ഞാൻ അവരോട് പറഞ്ഞു ഇവിടേക്ക് വരാനായിട്ട് ഒരു വെള്ളിയാഴ്ച. ഞാൻ നോക്കിയപ്പോൾ 26 പേരുടെ കണ്ണുകളിൽ കണ്ണുനീര് മാത്രമാണ്. ഒരാൾ വന്നിട്ട് പറഞ്ഞു, എന്താ ചെയ്യണം അച്ഛാ? കുട്ടികൾ പറഞ്ഞതാണ്, അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഡേഞ്ചർ സോൺ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അപകട മേഖല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അവർ ശ്രദ്ധിച്ചില്ല, അതിലേക്ക് ചാടിയതാണ്. പ്രിയപ്പെട്ടവരെ, എവിടെയാണെങ്കിലും നിയന്ത്രണം വിട്ടുപോയാൽ ദുരന്തം സുനിശ്ചയമാണ്. നിയന്ത്രണം വിട്ടുപോയാൽ, ദൈവത്തിൻ്റെ കൽപ്പനകൾ ധിക്കരിച്ചാൽ, സഭയുടെ കൽപ്പനകൾ ധിക്കരിച്ചാൽ, ഒരു കുടുംബത്തിൻ്റെ നിയമങ്ങൾ ധിക്കരിച്ചാൽ, നിയന്ത്രണം വിട്ടുപോയാൽ അപകടങ്ങൾ പതിയിരിപ്പുണ്ടെന്ന് എൻ്റെ മക്കൾ മനസ്സിലാക്കണം. അന്ന് 26 പേരും വന്ന് ഞങ്ങൾ 5 അച്ഛന്മാരും തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് അവരെ ബന്ധിച്ച് ശാസിച്ച് പുറത്തു പോകുന്ന സമയത്ത് മരിച്ചുപോയ ആ മക്കളുടെ അപ്പനും അമ്മയും വന്നിട്ട് പറഞ്ഞു, ഒത്തിരി സന്തോഷമുണ്ട് അച്ഛാ, ജീവിതത്തിൽ കുറേ സഹിക്കാൻ ശക്തി കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് കടന്നുപോയ നിമിഷം ഞാൻ ഓർത്തു പോകുന്നുണ്ട്. വലിയ ആഴ്ചയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ നേരെ ആ ഗ്രാമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു കഴുതയെയും കെട്ടിയിട്ടിരിക്കുന്ന ഒരു കഴുതക്കുട്ടിയെയും കാണും. കെട്ടിയിട്ടിരിക്കുന്ന ആ കഴുതക്കുട്ടിയെ നിങ്ങൾ അഴിച്ചു കൊണ്ടുവരണം. ആരെങ്കിലും അതിന് തടസ്സം പറഞ്ഞാൽ, അത് ഗുരുവിന് ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞാൽ അവർ പറഞ്ഞയക്കും. അപ്രകാരം തന്നെ ശിഷ്യന്മാർ കടന്നു ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ, ഗ്രാമത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കഴുതയെയും കുട്ടിയെയും കണ്ടു. ആ കെട്ടിയിട്ടിരിക്കുന്ന കഴുതക്കുട്ടി അഴിച്ചപ്പോൾ ചോദിച്ചു, ആർക്കാണ്, എന്തിനാണെന്ന്. അവർ പറഞ്ഞു, ഞങ്ങളുടെ ഗുരുവിന് ആവശ്യമുണ്ടെന്ന്. അവർ സമ്മതിച്ചു. പ്രിയപ്പെട്ടവരെ, കെട്ടിയിട്ടിരിക്കുന്ന കഴുതക്കുട്ടി, എന്താ അതിൻ്റെ പ്രത്യേകത? എന്താ അതിൻ്റെ പ്രത്യേകത? യജമാനൻ കൊടുക്കുന്ന പുല്ലും വെള്ളവും വൈക്കോലും മാത്രമാണ് അതിൻ്റെ ഭക്ഷണം. കെട്ടിയിട്ടിരിക്കുന്ന കഴുതക്കുട്ടി യജമാനൻ എന്താണോ കൊടുക്കുന്നത് അതാണ് അതിൻ്റെ ഭക്ഷണം. പരിശുദ്ധ കന്യാമറിയം കെട്ടിയിട്ടിരിക്കുന്ന ഒരു കഴുതക്കുട്ടിയാണ്.
വിശുദ്ധനായ വിൻസെന്റ് ഇപ്പോൾ കെട്ടിയിട്ടിരിക്കുന്ന ഒരു കഴുതക്കുട്ടിയാണ്. വിശുദ്ധനായ ചാവറ പിതാവ് കെട്ടിയിട്ടിരിക്കുന്ന കഴുതക്കുട്ടിയാണ്. ഈ ധ്യാന മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന നമ്മുടെ ആന്റണി അച്ഛനും മറ്റു സംഘവും ഒക്കെ കെട്ടിയിട്ടിരിക്കുന്ന കഴുതക്കുട്ടിയാണ്. ഇന്ന് ഇവിടെ ശ്രദ്ധയോടുകൂടി ദൈവത്തിന്റെ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും കെട്ടിയിട്ടിരിക്കുന്ന കഴുതക്കുട്ടിയാണ്. ഈ കഴുതക്കുട്ടിയുടെ പുറത്താണ് യേശുവിന് ഓശാന പെരുന്നാൾ പോകേണ്ടത്. ഒരു പക്ഷേ നിന്റെ ബിരുദം ആവശ്യമില്ല, നിന്റെ ജോലി കർത്താവ് നോക്കുന്നില്ല, നിന്റെ ശമ്പള നിരക്ക് നോക്കുന്നില്ല, നിന്റെ ഉന്നതമായ പദവി നോക്കുന്നില്ല, നിന്റെ ജീവിത സൗകര്യങ്ങൾ നോക്കുന്നില്ല, താമസിക്കുന്ന ഭവനത്തിന്റെയോ സഞ്ചരിക്കുന്ന കാറിന്റെ ആർഭാടം നോക്കുന്നില്ല. കെട്ടിയിട്ടിരിക്കുന്ന ഒരു കഴുതക്കുട്ടിയെ കർത്താവിന് ആവശ്യമുണ്ട്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ആരും ഇവിടെ അവിചാരിതമായി കടന്നു വന്നവരല്ല. ദൈവം വിളിച്ച് ഈ ആരംഭ ദിവസത്തിൽ വരിക എന്ന് പറഞ്ഞാൽ അത് കർത്താവ് വിളിച്ചു കൊണ്ടുവന്നവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. To know Jesus clearly, to love Jesus dearly, to follow Jesus closely. യേശുവിനെ വ്യക്തമായി അറിയാൻ, യേശുവിനെ മൃദുലമായി സ്നേഹിക്കാൻ, യേശുവിനെ അടുത്ത് അനുഗമിക്കാൻ കൺവെൻഷന്റെ ആരംഭ മണിക്കൂറിൽ തന്നെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ന് ഏതോ നിമിഷത്തിൽ മനസ്സിൽ നീ തീരുമാനമെടുത്തപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പരിത്രാണ ധ്യാന മന്ദിരത്തിന്റെ ഈ അകത്തളങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ എനിക്ക് ദൈവത്തെ ഒന്ന് കാണണം, ദൈവത്തിന്റെ മഹത്വം എനിക്ക് ദർശിക്കണം, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ എനിക്ക് കാണണം. ദൈവം ഒരുക്കിയ ഈ 5 നാൾ ദിവസത്തിലൂടെ നിത്യതയിലേക്ക് യാത്ര ചെയ്യാൻ, സ്വർഗഭാഗ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കുറെ ഭക്തജനങ്ങൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ വർഷം ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ, തീർച്ചയായിട്ടും കോട്ടയും ധ്യാന മന്ദിരവും ഡിവൈനും ഒക്കെ എൻ്റെ പ്രിയപ്പെട്ട ആത്മീയ ഈറ്റില്ലങ്ങളാണ്. അവിടെ നിന്ന് നോക്കിയാണ് എനിക്ക് ആത്മീയമായി ശക്തിയൊക്കെ കിട്ടിയിട്ടുള്ളത്. വർഷത്തിൽ ഒരിക്കൽ ഏതെങ്കിലും ധ്യാന മന്ദിരത്തിൽ പോയി ധ്യാനിക്കുക പതിവാണ്. കഴിഞ്ഞ വർഷം അച്ഛന്മാരുടെ സിസ്റ്റേഴ്സിൻ്റെ ധ്യാനത്തിന് അവിടെ ചെല്ലുകയാണ്. അങ്ങനെ ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ ഒരു മുറിയിൽ ഏകാന്തയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. 1-ാം ദിവസം കഴിഞ്ഞു. 2-ാം ദിവസം കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം കിട്ടി. അപ്പോൾ ഞാൻ എപ്പോൾ പോകുമ്പോഴും എൻ്റെ കൈവശം ഇങ്ങനെ ഒരു ജപമാലയുണ്ടാവും. വിശുദ്ധനായ ജോൺ പോൾ മാർപ്പാപ്പ പറയുന്നു, കരങ്ങളിൽ എടുക്കുമ്പോൾ ജപമാല ഒരു ആയുധമാണ്, കഴുത്തിൽ ധരിക്കുമ്പോൾ അതൊരു ആഭരണമാണ്, കയ്യിലെടുക്കുമ്പോൾ അതൊരു ആയുധമാണ്, പടവെട്ടാൻ, തിന്മയെ പടവെട്ടാൻ, പ്രലോഭനങ്ങൾ അതിജീവിക്കാൻ, അതുപോലെ തന്നെ ദുഃഖങ്ങളെ മറികടക്കാൻ നമ്മെ സഹായിക്കുന്നതാണ് ജപമാല. ഒപ്പം കഴുത്തിൽ ധരിക്കുമ്പോൾ അതൊരു ആഭരണവുമാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയിലൂടെ ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടിയവരൊക്കെ ഈ സമൂഹത്തിലുണ്ട്. ഞാൻ ആരംഭത്തിൽ തന്നെ നിങ്ങളോടൊന്ന് പറയട്ടെ, പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി, പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തി, പരിശുദ്ധാത്മയുടെ ഭക്തി ഈ 24-ാം ബൈബിൾ കൺവെൻഷനിൽ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ 2-ാം ദിനം അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ഇങ്ങനെ പോകുമ്പോൾ ഒരു മൂലയിൽ നിന്ന് ഇങ്ങനെ അവിടെ ടൈലിട്ടിരിക്കുന്ന സ്ഥലത്ത് പ്രാർത്ഥിക്കുമ്പോൾ 2 ചെറുപ്പക്കാർ അടുത്തേക്ക് വന്നു. എന്നുവെച്ചാൽ ഒന്ന് സംസാരിക്കാൻ വിരോധമില്ല. 2 പേര് വന്നു. ഞാൻ ചോദിച്ചു, എന്തേ മോനെ എന്ന് ചോദിച്ചു. ഇത് 2-ാമത്തെ ദിവസം അവിടെ താമസമുള്ള ധ്യാനം അവിടെ നടക്കുന്നതുണ്ട്. 100 ആയിരക്കണക്കിന് ആളവിടെ കൂടിയിട്ടുണ്ട്. എനിക്ക് മുറിയിലിരിക്കാൻ പറ്റുന്നില്ലേ ഫാദറെ. കൺവെൻഷനിൽ അവിടെ ധ്യാനം പറയുമ്പോഴൊക്കെ ഹൃദയത്തിൽ വലിയ അസ്വസ്ഥത വരുന്നു. പ്രിയപ്പെട്ടവരെ, വചനാധിഷ്ഠിത ജീവിതത്തിലേക്ക് നമ്മൾ തയ്യാറാകുമ്പോൾ ദൈവമാണ് ഈ അസ്വസ്ഥത സൃഷ്ടിക്കുന്നത്. ഈ അസ്വസ്ഥത വലിയ ഒരു കണ്ടുപിടുത്തത്തിലേക്കും ഒരു വലിയ അനുഭവത്തിനെ നയിക്കാൻ വേണ്ടിയിട്ടാണ്. ചെറുപ്പക്കാരൻ വന്നിട്ട് ചോദിച്ചു, അച്ഛാ, എൻ്റെ മാതാപിതാക്കന്മാരോടോ മറ്റാരോടും പറയാത്തൊരു കാര്യം അച്ഛനോട് പറയാൻ ഞാൻ വന്നത്.
ഞാനൊരു സമ്പന്ന വീട്ടിലെ ഒരു യുവാവാണ്, ചെറുപ്പക്കാരാണ്, അവിവാഹിതനാണ്. എൻ്റെ വീട്ടിൽ നിന്ന് 1.5 കിലോമീറ്റർ അപ്പുറത്ത് ഭർത്താവില്ലാതെ ജീവിക്കുന്ന ഒരു ഭാര്യയുണ്ട്. ആ വീട്ടിലെ നിത്യ സന്ദർശകനാണ് ഞാൻ. ആ ബന്ധം തെറ്റാണെന്നും അത് വിട്ടുപേക്ഷിക്കണം എനിക്ക് ആഗ്രഹമുണ്ട്. ഫാദറെ, ഒന്ന് പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി. അതിന് വേണ്ടിയിട്ടാണ് ഈ ഡിവൈൻ ധ്യാനമന്ദിരം ഞാൻ വന്നിരിക്കുന്നു. പ്രാർത്ഥിക്കണം. അവന് നേരെ പിന്നിൽ അവൻ്റെ കൂട്ടുകാരൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങോട്ട് തിരിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഫാദറെ ഞാനൊന്ന് വന്നോട്ടെ. വന്നോ മോനെ? അവൻ വന്നു. അവനവൻ്റെ കൂട്ടുകാരനാണെന്നാണ് പറഞ്ഞു. ആരാ കൂട്ടുകാരൻ? തീൻമേശയിലെ കൂട്ടുകാരൻ. കൂട്ടുകാരനല്ല, നമുക്ക് കാണാറുണ്ടല്ലോ, സിനിമ കാണാൻ പോകാനും കുടിക്കാൻ പോകാനും സെക്സ് ചെയ്യാൻ പോകുന്ന ഒരു കൂട്ടുകാരന്മാർ. അത് കൂട്ടുകാരന്മാരല്ല. പിന്നെ ആരാ കൂട്ടുകാരന്മാർ എന്ന് പറയുന്നത്? ആപത്തിൽ പങ്കുചേരാൻ ജനിച്ചവനാണ് കൂട്ടുകാരൻ. ആവശ്യത്തിൽ സഹായിക്കാൻ കടന്നു വരുന്നവനാണ്. ആപത്തിൽ പങ്കുചേരുന്നവൻ എൻ്റെ കൂട്ടുകാരൻ. ഒരുപക്ഷെ വിദൂരത്തിലിരിക്കുന്നവനായിരിക്കാം, ഒരുപക്ഷെ അടുത്തിരിക്കുന്നവനായിരിക്കാം. പറഞ്ഞു, ഞാൻ കുർബാന കഴിഞ്ഞ് ഇറങ്ങി നിൽക്കുമ്പോൾ ഒരു കൂട്ടുകാരൻ വിളിച്ചു. എന്താ നിങ്ങൾ തന്നെ വിധി എഴുതിയത് കൂട്ടുകാരനാണോ എന്ന്? എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചു. ചോദിച്ചു, എവിടേക്ക്? അവൻ വിളിച്ചു. ഞാൻ അവൻ്റെ കൂടെ പോയി ബൈക്കുമായി യാത്ര ചെയ്തു. 1.5 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ വേറൊരു ബൈക്കുമ്പോൾ 2 പേര് നിൽക്കുന്നു. ഞങ്ങൾ 4 പേരും കൂടി യാത്രയായി. ഏകദേശം 4-5 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെന്ന് മുട്ടിയത് ഒരു മാരുതി കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അതിനകത്ത് 4 പേരുണ്ടായിരുന്നു. ഞങ്ങൾ താഴെ ഇറങ്ങി, 8 പേര് താഴെ ഇറങ്ങി ഒരേ ഗ്ലാസ് കാപ്പി കുടിച്ചു. എന്നിട്ട് ഞങ്ങൾ 8 പേരും കൂടി യാത്രയായി. 20-24 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഒരു വലിയ കെട്ടിടത്തിൻ്റെ കോർട്ട്യാർഡിലാണ് വന്നിറങ്ങിയത്. വന്നിറങ്ങിയപ്പോൾ ഫുൾ കൈയിട്ട് കറുത്ത പാൻറ്റിട്ട് ഒരു വെള്ള ഷർട്ടിട്ട് ഒരാൾ വന്ന് ഞങ്ങൾ സ്വീകരിച്ച് ഞങ്ങൾ കൊണ്ടുപോയി. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കടന്നു. കടന്ന മാത്രയിൽ പറയാൻ പറ്റില്ല ഫാദറെ, അന്ന് ആ മുറിയിൽ കണ്ടത്, ആ കേട്ടത് ഒന്ന് മറക്കാൻ, യേശുവിന് സമർപ്പിക്കാൻ, ഒന്ന് പുതിയതായി തീരാൻ വേണ്ടിയിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, എന്തേ മോനെ നീ എവിടെ എത്തിച്ചേർന്നത്? അവൻ പറഞ്ഞു, അതൊരു ബ്ലാക്ക് മാസ് നടക്കുന്ന സ്ഥലമായിരുന്നു ഫാദർ. അർദ്ധനഗ്നകളായ പെൺകുട്ടികൾ, ലൈംഗിക വൈകൃതം കാണിക്കുന്ന ചെറുപ്പക്കാരികൾ, മധ്യവയസ്കർ, മദ്യലഹരിയിൽ ആർത്ത പാടുന്ന അതിൻ്റെ ഉള്ളിലേക്കാണ് ചെന്ന് പെട്ടത് ഫാദറെ. അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്തവണ്ണം നിനക്കാണ് അന്ന് കണ്ടത്, അന്ന് കേട്ടത് എൻ്റെ ഹൃദയം നിന്ന് പറിച്ചു മാറ്റി യേശുവിൻ്റെ ഒരു ഹൃദയം, ഒരു നിർമ്മലമായ ഹൃദയം, ഒരു അചഞ്ചലമായ നവചൈതന്യമായിട്ട് പോകാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണച്ചു. ഞാൻ പറഞ്ഞു, നമുക്ക് 3 പേർക്കും പ്രാർത്ഥിക്കാം. അവിടെ അച്ഛന്മാർ സിസ്റ്റേഴ്സൊക്കെ അവിടെ നടക്കുന്നതാണ് എൻ്റെ പാർട്ടി സ്ഥലത്ത് കൂടെ. ഞങ്ങൾ 3 പേരും കരങ്ങൾ കോർത്ത് പിടിച്ചു. ഞാൻ കരങ്ങൾ പിടിക്കാൻ പറഞ്ഞപ്പോൾ അവന് പേടി. അച്ഛൻ്റെ കൈക്ക് പിടിക്കാൻ മാത്രം ഒരു വിശുദ്ധി ഞങ്ങൾക്ക് ഇല്ല അച്ഛോ, അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. നമുക്കറിയാലോ, ചിരിക്കുന്ന ഒരു കുഞ്ഞിനെ കളിപ്പിക്കാൻ നമുക്ക് വളരെ ഇഷ്ടമാണ്. കരയുന്ന കുഞ്ഞിനെയും നമ്മൾ ലാളിക്കണ്ടേ? വിജയിയായി വരുന്ന ഒരു മകനെ പിടിച്ച് മിടുക്കൻ എന്ന് പറയാൻ നമുക്ക് എളുപ്പമാണ്. എന്നാൽ പരാജിതനായ ഒരു കുഞ്ഞിനോട് സാരല്ലട മോനെ, അടുത്ത് നിനക്ക് വിജയിക്കാം എന്ന് പറഞ്ഞുകൂടെ? സുഹൃതം നിറഞ്ഞ നല്ലവരായ ആളുകളുടെ കൂടെ നടക്കുമ്പോൾ നമുക്ക് വലിയ ആത്മാഭിമാനം തോന്നും. എന്നാൽ പാപത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ കർത്താവിൻ്റെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടു വന്നാൽ വിശുദ്ധനായ സാബാസ് പറയുന്നു, ഒരു പാപത്തിൻ്റെ പടുകുഴിയിൽ കഴിയുന്ന ഒരു മനുഷ്യനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂട്ടിക്കൊണ്ടുവന്നാൽ അവൻ്റെ പേര് ആയുസ്സിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഒരു നാളും അയച്ചു കളയുകയില്ല എന്ന്. ഞാൻ പറഞ്ഞു, അച്ഛൻ്റെ കൈമ പിടിക്കുക. ഞങ്ങൾ 3 പേരും കരങ്ങളെ കോർത്ത് പിടിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, യുവാക്കന്മാർ കരയുന്നതെന്ന് ഞാൻ കണ്ടു. യുവാക്കന്മാർക്ക് ഒത്തിരിയേറെ തെറ്റുകൾ പറ്റുന്നവരുണ്ടാകാം, പോരായ്മകളുണ്ടാകാം. പക്ഷെ ദൈവത്തിൻ്റെ കരസ്പർശനം കിട്ടുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൻ്റെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് തിരിഞ്ഞു നോക്കി ജീവിതം തിരുനാളാക്കി പോകുന്ന എത്രയോ ജീവിതങ്ങൾ ഓരോ ധ്യാന മന്ദിരത്തിൽ നിന്നും ഓരോ ആഴ്ച പുറത്തിറങ്ങുന്നത് നിറകണ്ണുകളോടെയാണ് ഞാൻ നോക്കി നിൽക്കുന്നത്. തിരിഞ്ഞു നോക്കി അനുതപിച്ച് പശ്ചാത്തപിച്ച് ജീവിതം തിരുനാൾ ആഘോഷമാക്കി മാറ്റുവാൻ 5 നാൾ ദിവസം ഈ പരിത്രാണ ധ്യാന മന്ദിരത്തിലെ
അധികാരികളും ഇതിന്റെ ഡയറക്ടേഴ്സിനും ഒരുക്കിയിരിക്കുന്ന, ദൈവം ഒരുക്കിയിരിക്കുന്ന കൺവെൻഷനാണ് പങ്കെടുത്തിരിക്കുന്നത്. കരങ്ങൾ കോർത്ത പിടിച്ചോടുകൂടിയാണ് കരയാൻ തുടങ്ങി. ഇവിടെ വരെ നമ്മൾ ഏതെങ്കിലും വചനം പറയുമ്പോഴോ അനുഭവം പറയുമ്പോഴോ ആരുടെയും കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം, ദൈവം വചനം എന്നെ സ്പർശിക്കുന്നുണ്ട്, വചനമാകുന്ന യേശു എന്നെ സ്പർശിക്കുന്നുണ്ടെന്ന്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ക്രീനിൽ എന്ന പോലെ ഒരു വചനം കർത്താവ് എഴുതി കാണിച്ചു തന്നു. 119 സങ്കീർത്തനം 11 വാക്യം അതിപ്രകാരമായിരുന്നു: അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു. ശ്രദ്ധിക്കണേ, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു. എൻ്റെ കയ്യിൽ ഒരു ബൈബിൾ ഉണ്ടായിരുന്നു, മറ്റവൻ്റെ കയ്യിൽ ഇങ്ങനെ പാള പോലത്തെ ഒരു ഐപാഡ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വചനം എടുക്കാനായിട്ട്. രണ്ടുപേരോടുകൂടി വായിക്കാൻ പറഞ്ഞു. വചനം ഇപ്രകാരമായിരുന്നു: അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു, സൂക്ഷിച്ചു. എന്ന് പറഞ്ഞാൽ വചനം സൂക്ഷിച്ചാൽ, വചനം സംഗ്രഹിച്ചാൽ പാപത്തിൽ നിന്ന് വലിയതായിരിക്കുന്ന ഒരു പിന്തിരിയാനായിട്ടുള്ള അഭിഷേകം വചനം നമുക്ക് തരും.